ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നൊരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാട്ടോ. അപ്പോൾ നമ്മളെ അസിമോളെ ബർത്ത്ഡേ ആണ്. ഓക്കെ 5 വയസ്സ് പൂർത്തിയായിട്ടോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ബേബീസിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചുകൊണ്ട് തന്നെ അവൾ ബർത്ത്ഡേക്കും ചെറുതായിട്ടൊക്കെ നമ്മൾ ആഘോഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, കേക്ക് കട്ട് ചെയ്തിട്ടൊക്കെ. പിന്നെ ബേബീസിൻ്റെ ബർത്ത്ഡേക്കും അവളെ ആഗ്രഹപ്രകാരമായിരുന്നു നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും ഈ തവണ നമുക്ക് അവൾക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുട്ടിയാക്കില്ല, അപ്പോൾ കുഞ്ഞുട്ടിയാക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് സെലിബ്രേഷനൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് വിഷൊക്കെ ചെയ്തു. അപ്പോൾ ചെറിയ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ ഞാനും എൻ്റെ അളാമയും കൂടെ ഒക്കെ ഡിസൈൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവളെ കൂടെ ഉള്ളതല്ല സിയമോളും, അപ്പോൾ സിയമോക്കും അവൾക്ക് ഒരുപോലെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇഷമോൾ തല്ലുണ്ടാക്കി, അങ്ങനെ ഇഷമോക്കും അതേപോലെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ. അപ്പോൾ സമയം ഏകദേശം ഉച്ചക്കായിട്ട്, അപ്പോൾ നമ്മളൊരു മാരേജ് ഉണ്ട്. അപ്പോൾ അതിന് പോയി വന്നിട്ട് നമ്മൾ കേക്ക് കട്ടൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോയി വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ സിയമോളെ ബർത്ത്ഡേയും ഈ മന്ത് തന്നെയായിരുന്നു. അപ്പോൾ അന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് സെലിബ്രേഷനൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നടത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ അനിയത്തി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാരേജിന് ആ ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ സിയമോളും വരുന്നുണ്ട്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് വന്നിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവർ പോയിരുന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ കൂടെ. പക്ഷേ അപ്പോൾ സമയം വെയിലൊക്കെ പോയതുകൊണ്ട് തന്നെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പോവാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മാരേജിന് ഞാനും അസിമോളും സിയമോളും കൂടെ ആയിട്ട് പോകുന്നത്. ബേബീസിനെ കൊണ്ടുപോകണില്ല. ഒരാൾ ഉറങ്ങുകയാണ്. പിന്നെ ഭയങ്കര വണ്ടീൻ്റെ സൗണ്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ മൈക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഭയങ്കര വെയിലൊക്കെ അല്ല, അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ അത് പ്രശ്നമാണ്ട് വിചാരിച്ചിട്ട് അവരെ കൊണ്ടുപോകണില്ല കേട്ടോ. പിന്നെ ഉമ്മ കളയാട്ട് മുക്കുന്ന ഉമ്മ ഇങ്ങോട്ട് നമ്മളെ കൂട്ടാൻ വരും. പെട്ടെന്ന് പോയി വരും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം ഉള്ളത്. അപ്പോൾ എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് സുന്ദരീസ് ഇതാട്ടോ കോസ്റ്റ്യൂം. അപ്പോൾ ഒന്ന് എണീച്ച് കൊടുക്കടോ. എണീച്ച് എനിക്ക് അങ്ങോട്ട് കുറച്ച് വിട്ട് കിട്ടും. അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. സിയമോളെ മുഖത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ ചൂട് കൂടിയാണ് ഗൈസ്. അല്ല എന്താണ് ചൂടുക്കുരു. ഇന്നെന്താണ് അസിമോളോ എന്താണ് ഇടിച്ച് വിഷ് ചെയ്താ ഇതെന്തോ കൊടുത്ത് ഒന്നും തന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ട് എന്ത് ഫ്രണ്ടാണ് നിങ്ങൾ. ഒരു ഹഗ് ചെയ്താ മതി മതി മതി. നിങ്ങൾ കയ്യാത്തിന് എണ്ണിയ അതിന് മുകളിൽ കയ്യാത്തിന് എണ്ണിയ കുപ്പായം ഒന്നും ഇടലും കേട്ടോ ഗൈസ്. ഞങ്ങൾ ഭയങ്കര ചൂടാണ്. അതിനോ അങ്ങോട്ട് നോക്കേ എന്തോ ഒരു പരിപാടിയിലാണ്. ടാറ്റ കൊടുക്കേ അവ കൊടുത്താണ് അവ 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 ഇല്ലോടല്ലേ പല്ലച്ചുത്താനി പല്ലച്ചുത്താനി പല്ലച്ചുക്കുയ്യ അന്നുസേ ബാ വാ വാ ഇങ്ങോട്ട് വാ. ചിപ്പോൾ എടുക്കാൻ പോണതാ റൂട്ട്. മന്നോ ന്യൂസേ അന്നുമാ ഇങ്ങോട്ട് നോക്കടി. നിങ്ങൾ എൻ്റെ ആള് കയ്യാത്തിന് കൊണ്ടുപോകണി അമ്മച്ചി. ഇവച്ച് കയ്യാത്തിന് കൊണ്ടുപോണിയാ. വാ വാ വരി വാ.
നമ്മൾ മാരേജിനൊക്കെ പോയിട്ട് വന്നിട്ടോ, നമ്മൾ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നിട്ടില്ല. പിന്നെ മക്കളെ കൊണ്ടുപോകാതൊക്കെ പോയതല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം ബ്രദർ വന്ന് അവന് ഉപ്പാൻ്റെ ഷോപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു KLM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു പാർക്കിലേക്ക് പോയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും അവിടെ നടക്കുന്നില്ല തോന്നുന്നുണ്ട്. അവിടെ ആളുകളൊന്നും ഇല്ലേനു കേട്ടോ. കുറച്ച് പേരൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് സമയം അവരെ എല്ലാത്തിലൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ടൊക്കെ ഒന്ന് കളിപ്പിച്ചൊക്കെ ചെയ്തിട്ടോ. അപ്പം പിന്നെ നമ്മൾ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോന്നിട്ട് ഇപ്പോൾ ഇവിടെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അടുത്ത വലിയ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും ഒക്കെ സെറ്റ് ആവും എന്നൊക്കെ അവിടെയുള്ള ആൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വന്നതിന് ശേഷം പിന്നെ ഒന്ന് എടുത്തതാട്ടോ അത്. അവിടെ രാത്രിയൊക്കെ നല്ല വൈബാണ് നമുക്ക് വന്നിരിക്കാനൊക്കെ കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. ആംബിയൻസൊക്കെ കുഴപ്പമില്ലാത്ത രസമുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളവിടെ നിന്ന് വരുമ്പം അവിടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടായിരുന്നു കേട്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പം ഫുള്ള് അവൻ തന്നെയായിരുന്നു കേട്ടോ, എൻ്റെ ബ്രദർ തന്നെയാണ് എല്ലാ പിക്കും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇവർ 2 പേരാണെങ്കിൽ ഒരാളെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ മറ്റാളപ്പോത്തിന് ഓള ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ ഏകദേശം മരുഭാഗമൊക്കെ കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അയിനു ബേബിയും മനു ബേബിയും ഇഷമോളും സിയമോളും അസീമോളും ഒക്കെ കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ വീടിൻ്റെ അടുത്തുള്ള താത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ അസീമോൾക്ക് 5 വയസ്സായി. അപ്പോൾ ഇനിയും നല്ല സന്തോഷത്തോടെ അവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ബേബീസിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുള്ള ക്രീമി ആദം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബേക്കൊന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഓക്കെ ബൈ.